സുധാമൂർത്തി എന്ന എഞ്ചിനീയർ ഒരു കത്തെഴുതുന്നു. ഞാനൊരു ലേഡി ആയതുകൊണ്ട് മാത്രം എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. ആ കത്തെഴുതിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുധാമൂർത്തിക്ക് ആ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു, ആദ്യത്തെ എഞ്ചിനീയറായിട്ട്. ആ സ്ഥാപനത്തിൻ്റെ പേര് ടാറ്റ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് രത്തൻ ടാറ്റ എന്നായിരുന്നു. അദ്ദേഹം ആ വിഷനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. രത്തൻ ടാറ്റയോട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ആങ്കർ, ഒരു TV ഷോയുടെയോ റേഡിയോ ജോക്കിയോ ആയ ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷം കിട്ടിയതിൻ്റെ ഒരു നാൾവഴികളൊന്ന് പറയാമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ ഒരുപാട് പണമുണ്ടാക്കി, അത് നടന്നുകൊണ്ടിരിക്കുന്നു. പണം നമ്മളെ വളർത്തിക്കൊണ്ടേയിരിക്കും. മടുത്തപ്പോൾ ഞാൻ ഒരുപാട് ഏറ്റവും വില കൂടിയ വസ്തുക്കൾ ശേഖരിക്കാൻ ശ്രമിച്ചു. അതും കഴിഞ്ഞു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ മടുത്തു എന്നുള്ളതാണ്. അത് ബർട്രാൻഡ് റസ്സലിൻ്റെ ഒരു വാചകമുണ്ട്, ലൗകികതയോടുള്ള താല്പര്യം ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ, പക്ഷേ അധികാരത്തിനുള്ള താല്പര്യം മരിക്കുന്നതിൻ്റെ തലേ സെക്കൻഡ് വരെ ഉണ്ടാകും എന്നുള്ളത്. അത് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് മടുത്തു. പിന്നീട് രത്തൻ ടാറ്റ എന്ത് ചെയ്യണം എന്നാലോചിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് ഒരു 200 വീൽ ചെയറുകൾ തനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയും വളരെ അനാഥമായിട്ടുള്ള ഡിസബിളായ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യുന്നത്. ടാറ്റ ഉടൻ തന്നെ ആ ഡിസബിളായ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാനും അവിടെ പോകാനും ശ്രമിച്ചു. അവിടെ പോയപ്പോൾ അത് നേരിട്ട് വിതരണം ചെയ്തപ്പോൾ ടാറ്റയുടെ കാലിൽ പിടിച്ച ഒരു കുട്ടി കാല് വിടുന്നില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ്, നിനക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എത്ര കുതിരയിട്ട് പോലും പറ്റുന്നില്ല. അപ്പോൾ ടാറ്റയുടെ ആ കുട്ടി പറഞ്ഞു, നിങ്ങളുടെ മുഖം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി സ്വർഗത്തിൽ പോയാൽ നിങ്ങളോട് എനിക്ക് നന്ദി നേരിട്ട് പറയണം എന്ന് പറയുന്ന തലത്തിൽ ആ കുട്ടി ടാറ്റയോട് സംസാരിച്ചു. എൻ്റെ മനസ്സ് വിങ്ങുന്നത് രത്തൻ ടാറ്റയെക്കുറിച്ച് 1000 കാര്യങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശ്രാവണ മഹോത്സവം ഒരു നിമിഷത്തേക്ക് നമുക്ക് മൗനം ആചരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം.